Hello. Hey guys, welcome back to another video. ഇന്ന് നമ്മുടെ day 2 of exploration ആണ് and today we are going to Sandam. നമ്മളിപ്പോൾ ഉള്ളത് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരു സ്പ്രിൻറ്റർ ആണ് എടുക്കേണ്ടത്. സ്പ്രിൻറ്റർ ഇസ് കൈൻഡ് ഓഫ് ലൈക്ക് എ ലോക്കൽ ട്രെയിൻ. എല്ലാ സ്മോൾ സ്റ്റേഷൻസിലും ലോക്കലായിട്ട് നിർത്തുന്ന ട്രെയിനാണ് സ്പ്രിൻറ്റർ. ആൻഡ് ദർ ഈസ് ഓൾസോ ഇൻ്റർസിറ്റി വിച്ച് ഇസ് കൈൻഡ് ഓഫ് ലൈക്ക് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ബിഗ് സിറ്റീസ് ആൻഡ് ഇൻ്റർനാഷണലൊക്കെ ഓടുന്ന ട്രെയിനാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഡയറക്റ്റ് സാൻഡാമിലേക്കാണ്. ആൻഡ് ഫ്രം സാൻഡാം വിൽ ഗോ ടു സാൻസെഷാൻ, അങ്ങനെയാണെന്ന് തോന്നുന്നു പറയുന്നത്. ലെറ്റ് സി. 10 മിനിറ്റിൽ നമ്മുടെ സ്പ്രിൻറ്റർ വരും. നമ്മൾ അന്നെടുത്ത ടിക്കറ്റ് ഇതിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഐ മീൻ ഇറ്റ് വാസ് എ 1 ഡേ ടിക്കറ്റ് എനിവേ. പക്ഷേ ഇതൊരു റെയിൽ റണ്ണർ ടിക്കറ്റാണ്. സോ ട്രെയിൻസിന് നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ്സ് ആണ് എടുക്കേണ്ടത്. ഹലോ ഗൈസ്, നമ്മൾ സാന്താം സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ. ഇറ്റ്സ് എ വെരി യുണീക്ക് ആൻഡ് സ്പെഷ്യൽ വ്യൂ. എല്ലാ ബിൽഡിങ്സും ഒരേ തീമിലാണ് ചെയ്തിരിക്കുന്നത്. Let's explore. Come on. ഇവിടെ ഉള്ള എല്ലാ ബിൽഡിങ്സും ഒരേ തീമിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്, വിച്ച് ഇസ് റിയലി ബ്യൂട്ടിഫുൾ. ഇവിടുത്തെ സബ്വേയും ഏകദേശം അതേ തീമിലാണുള്ളത്. Now this is the famous Intel Hotel and it's an iconic building in the Netherlands. നമ്മൾ ഇറങ്ങുമ്പോൾ കാണുന്ന ഈ ഒരു വ്യൂ മാത്രമേ ഇങ്ങനെ ഉള്ളൂ കേട്ടോ ഏകദേശം. പിന്നെ നമ്മൾ അങ്ങോട്ട് സിറ്റിയിലേക്ക് പോകുമ്പോഴേക്കും ഇറ്റ് ഈസ് നോർമൽ നെതർലൻഡ്സ് വ്യൂ ഉള്ളി. പക്ഷേ കുറച്ചൊക്കെ ഇതേപോലത്തെ തീംസിലുള്ള ബ്രാൻഡഡ് ഷോപ്സ് ഒക്കെ നമുക്ക് കാണാം കേട്ടോ. കുറേ വീടുകൾ ചേർത്ത് വെച്ച് ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് കേട്ടോ. അങ്ങനെയാണ് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അവിടുന്ന് ഞങ്ങൾ പതുക്കെ സാന്താം സിറ്റിയിലേക്ക് പോയി, ആ ടൗണിലേക്ക് പോയി. അവിടെ ഒരുപാട് ഇതേപോലെ റിലാക്സ് ചെയ്യാനുള്ള സ്പേസസും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേസസും ഒക്കെയാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ ബ്രാൻഡഡ് ഷോപ്സിൻ്റെയൊക്കെ കടകൾ ഇതേപോലത്തെ സെയിം സാന്താം തീമിൽ ചെയ്തിരിക്കുന്ന കാണാം. സോ അതാണ് ഈ ടൗണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് ഇതിനെ ഭയങ്കരമായിട്ട് മനോഹരമാക്കുന്ന ഒരു യൂണിഫോമിറ്റിയാണ്. ഇവിടുന്ന് നമുക്ക് ഇനി അടുത്ത് പോകേണ്ടത് സാൻസെഷാനിലേക്കാണ്. അത് ഒരു വില്ലേജ് ആണ് കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഹാർഡ്ലി ഒരു 30 മിനിറ്റ്സേ ഉള്ളൂ. അപ്പം അതിനുള്ള ബസ് വന്നിട്ടുണ്ട്. ബസ്സിലാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ അവിടെ ചെന്ന് ബസ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കാണുന്ന സ്ഥലത്ത് തന്നെയാണ് പോകേണ്ടത്. ഒരുപാട് നടക്കാനോ ഒന്നുമില്ല കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറി നമുക്ക് നല്ല ഒരു വ്യൂ കാണാം കേട്ടോ. നമുക്ക് കയറി നോക്കാവേ. നമുക്ക് മോളിൽ പോയി വ്യൂ കാണാട്ടോ. Feeling cold. I am also feeling cold. Go to 4th floor. Wait. നല്ല കാറ്റാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്. പക്ഷെ അതേപോലെ അന്ന് നല്ല വെയിലും ഉണ്ട് കേട്ടോ. നല്ല വ്യൂ ആട്ടോ ബാക്കിൽ. അപ്പം നമുക്കിപ്പോൾ ഇതെല്ലാം അടുത്തുനിന്ന് കാണാം. ഇനി നമുക്ക് നേരെ
അങ്ങോട്ട് നടക്കാം. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു കേട്ടോ. വി ടു ടിക്കറ്റ് ഫ്രം ഹിയർ അറൗണ്ട് ഞങ്ങൾക്ക് രണ്ടും കൂടെ 30 euros ആയി. സോ ഇതിനകത്തുള്ള മിക്ക സാധനങ്ങളുടെ എൻട്രി ടിക്കറ്റ് ഇതാണ്. നമ്മൾ ഒരുമിച്ച് ടിക്കറ്റ് എടുത്തു. Duck is just sitting there. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ഒരു ക്ലോക്സ് വർക്ക്ഷോപ്പിലേക്കാണ് കേട്ടോ. ക്ലോഗ് എന്ന് പറയുന്നത് വുഡ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചപ്പലുകളാണ്. അപ്പോൾ ഈ ചെരുപ്പാണ് അവർ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് അവരുടെ ട്രഡീഷൻ്റെ ഒരു ഭയങ്കര മാർക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഡച്ച് ക്ലയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മളെ കാണാൻ വരുന്ന സമയത്തൊക്കെ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇതുപോലത്തെ ചെറിയ ക്ലോഗ് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പേ ഈ സംഭവം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരുപാട് സൊവനിയേഴ്സ്, ചെറിയ ചെറിയ ക്ലോക്സ് പല ടൈപ്പിലുള്ളത്, അതുപോലെ ഹാൻഡ് പെയിൻറ് ചെയ്തത്, അങ്ങനെ പല പല സംഭവങ്ങളും നമുക്ക് വാങ്ങാൻ കിട്ടും. ഇവരെങ്ങനെയാണ് ഈ വുഡ് കൊണ്ടുണ്ടാക്കിയ ഷൂസ് കാലിലിട്ട് നടക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ല. ബിക്കോസ് അത് ശരിക്കും വുഡാണ്, ഭയങ്കര കട്ടിയാണ്. അവിടെ ഒരുപാട് പേര് ഇപ്പം തന്നെ ഇത് ഇടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് വരെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആ കൺസെപ്റ്റ് ഒട്ടുമേ തന്നെ ദഹിച്ചില്ല എന്നുള്ളതാണ് സത്യം. It's a magnet. We'll buy one of these. It's nice. Okay, good afternoon. Welcome in the wooden shoe workshop. Today I'm going to show how wooden shoes make nowadays. First of all, the type of wood we use is poplar or willow. This is piece of poplar. അവിടെ നിന്ന് കുറച്ച് സോവനിയേഴ്സൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പുറത്ത് വന്നിട്ട് അവിടെ ഒരു ഫോട്ടോ സ്പോട്ടൊക്കെയാണ്. നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഈ കഫേയിൽ കയറിയതാണ് കേട്ടോ. ആൻഡ് ഇവിടുത്തെ മെനു ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ മൊത്തം എന്താ കള്ള് മാത്രമേ ഉള്ളൂ ഗൈസ്. നന്നായി കഴിക്കാനാണ്. ഇനി ഞാനൊരു ജ്യൂസ് പറഞ്ഞു. അതുപോലെ ലഞ്ചിൻ്റെ ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ ലഞ്ചിൻ്റെ ഓപ്ഷൻ ഇത്ര തന്നെ, എല്ലാ സാൻഡ്വിച്ച് മാത്രം. കഫേയൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ടെങ്കിലും ഇവിടുത്തെ പൊതുവെ യൂറോപ്യൻ ഫുഡിൽ മസാലയും സംഭവങ്ങളും ഒക്കെ കുറവാണ്. അപ്പം ഞങ്ങളിവിടെ ഡച്ച് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലഞ്ചിന് സാൻഡ്വിച്ചാണ് പറഞ്ഞത്. ചിക്കൻ സാൻഡ്വിച്ച് പറഞ്ഞെങ്കിലും അതിനകത്ത് മസാലയുടെ ഒരു തരി പോലും ഇല്ലാത്തത് കാരണം അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചില്ല എന്നുള്ളതാണ് സത്യം. നമ്മളിപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ട് അടുത്ത ഡിഫറെൻറ്റ് തിങ്സ് കാണാൻ വേണ്ടിയിട്ട് പോകാറുണ്ട്. ഇവിടെ വിൻഡ് മില്ലുണ്ട്. അപ്പോൾ നമുക്ക് പഴയ വിൻഡ് മില്ലാണ്. അപ്പോൾ വിൻഡ് മില്ലിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഡയറക്ഷനിലേക്ക് പോവാം. ഇതൊരു പഴയ പ്ലേ ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വില്ലേജ് പോലെയാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മളിങ്ങനെ നടന്ന് ആ നാട്ടിൽ എന്തൊക്കെയുണ്ടെന്ന് കാണുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ്. അത് കൊള്ളാം കേട്ടോ. വളരെ നാച്ചുറൽ ആൻഡ് ദെയർ ഈസ് ലോട്ട് ഓഫ് നേച്ചർ ടച്ചിങ്സ്. നല്ല രസമുള്ള ഒരു പാലമാണ് കേട്ടോ ഇത്. ഇറ്റ്സ് നൈസ്. ഇതെല്ലാം പ്രൈവറ്റ് ഹൗസസ് ആണ് കേട്ടോ. സത്യത്തിൽ ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. നമ്മൾ നടന്ന് ആൾക്കാർ
താമസിക്കുന്നത് കാണുക, ലൈക്ക് ഹെറിറ്റേജ് ടൂർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിവിടുത്തെ ഒരു ട്രഡീഷണൽ ഹൗസാണ് കേട്ടോ. ഫാർമേഴ്സും അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് താമസിക്കുക. അപ്പോൾ അവരുടെ ആ ഒരു ലൈഫ് കാണാനായിട്ട് നമുക്ക് ഇവിടെ വന്നു. അവിടെ ശരിക്കും ഒരു ലൈവ് ഹെറിറ്റേജ് പ്ലേസ്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഇതാണ് കേട്ടോ. നമ്മൾ ഈ നോവലിലൊക്കെ വായിക്കുന്ന പോലത്തെ പുഴയുടെ സൈഡിലുള്ള ഒരു പഴയ ഫാം ഹൗസ് പോലത്തെ വീട്. ശരിക്കും ഏതൊക്കെയോ പഴയ ഇംഗ്ലീഷ് നോവലിലൊക്കെ വായിച്ച അതേ ഒരു ഫീലായിരുന്നു ഇത് കാണുമ്പോഴേക്കും. എല്ലാവർക്കും കേറാമോ പ്രൈവറ്റില്? ഇല്ല. എന്തുകൊണ്ടാ? പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് പ്രൈവറ്റ്, ഒരാളുടെ പ്രൈവറ്റ് സ്പേസ്. യെസ്, അവിടെ നമ്മൾ അങ്ങനെ കയറാൻ പാടില്ലല്ലോ, നമുക്ക് ജസ്റ്റ് കാണാനാണ്. ഇവിടെ ഈ കാണുന്നത് ഒരു ആൽബർട്ടൈനാണ് കേട്ടോ. പക്ഷെ ഇൻ ദ തീം ഓഫ് സാൻഡ്രിജ്. ഭയങ്കര ബ്യൂട്ടിഫുൾ വില്ലേജാണ് കേട്ടോ. ഭയങ്കര കാറ്റാണ്. എനിക്ക് അറിയില്ല ഈ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. ഞങ്ങൾ എവിടേക്കോ കറങ്ങി എവിടേക്കോ പോകാൻ കേട്ടോ. എല്ലായിടത്തും നല്ല നല്ല സ്ഥലങ്ങൾ. അവിടെ ഒരു അപ്പൂപ്പൻ ഇരിപ്പുണ്ട് കേട്ടോ. Wow, we reached this place and there is a boat tour also here. ഇവിടെ ബോട്ട് റൈഡും സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ വേണമെങ്കിൽ ബോട്ടിൽ കയറിയിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഇനിയും വേറെ കുറേ വില്ലേജസ് ഉണ്ട്, അവിടെ വേണമെങ്കിൽ നമുക്ക് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഒരു പഴയ വിൻഡ് മില്ലിൻ്റെ പ്രവർത്തനം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് കാറ്റ് ഉപയോഗിച്ച് മാത്രം വർക്കാവുന്ന ഒരു സാധനമാണ്. അകത്ത് നമ്മുടെ വുഡൻ പാർട്സ് ഒക്കെ ആണ് ഉള്ളത്. വളരെ പഴയതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് ആ സംഭവങ്ങളൊക്കെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് വെച്ചിട്ടാണ് വിൻഡ് മിൽ കറങ്ങുന്നത്. ഒരു സൗണ്ട് കേട്ടാണ്. വിൽ ഗോ ടുഗെദർ, പ്ലീസ് വെയിറ്റ് ഫോർ മീ. ഓ, ഈ സ്റ്റെപ്പ് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു കേട്ടോ. എൻ്റെ ദൈവമേ, കാലൊരു വഴിയിലാവും. Oh my God.
Why is it wow? You're not so scared. എന്റെ ദൈവമേ, ആ സ്റ്റേഴ്സ് ഇറങ്ങിയതിന് എനിക്ക് അവാർഡ് തരുവാരെങ്കിലും. നീ എങ്ങനെയാണ് ഇത്രയും സ്റ്റേഴ്സ് ഒക്കെ കൂളായിട്ട് ഇറങ്ങുന്നത്? ഞാൻ പേടിച്ചു, ഒരു വഴിയായി പോയി ഗൈസ്. ഐസ്ക്രീം വേണോ? Yes, ice cream, ice cream. ഈ കാണുന്നത് അതേപോലെ തന്നെ ഒരു ഡയറി പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സ്മോൾ മോഡൽ അല്ലെങ്കിൽ ഒരു എക്സിബിഷൻ കൈൻഡ് ഓഫ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഐസ്ക്രീം മേടിച്ച് തിരിച്ചിറങ്ങി. ഇവിടെ സ്ഥലവും മ്യൂസിയം ഒക്കെ കാണുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ആൾക്കാർ വരുന്നത് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു വല്ലാത്ത ഫീലുള്ള സ്ഥലമാണ്, ഭയങ്കര കാറ്റാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും നല്ല നല്ല സ്ഥലങ്ങളുമായിട്ട് കാണാം കേട്ടോ.